അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ മാസം നമ്മൾ ആരംഭിച്ച പുസ്തകം രൂത്തിൻ്റെ പുസ്തകം നമുക്ക് തുടർന്നും പഠിക്കാം. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത്. ഇന്ന് നമുക്കത് തുടരാം. നമുക്ക് 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം ഒന്ന് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം. 8ഉം 9. 1-ന്റെ 8ഉം 9ഉം. ഓക്കെ, ഈ 8ഉം 9-ാം വാക്യത്തിലും നാം കാണുന്ന ചില കാര്യങ്ങൾ 11, 12, 15 വാക്യങ്ങളിലും ഉണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം, നവോമി തൻ്റെ നിസ്സഹായ അവസ്ഥ, ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിസ്സഹായ അവസ്ഥയെ പ്രകടമാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ 2 മരുമക്കൾക്ക് ഇനി ഒരു ഭർത്താവിനെ അറേഞ്ച് ചെയ്യുവാനുള്ള സാധ്യതകളൊന്നും ഇവർക്കില്ല എന്നുള്ള കാര്യം പല ആവർത്തി ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഈ 2 പേര്, ഓർപ്പയും രൂത്തും, തിരികെ പോകുവാൻ അവർക്ക് ഒരു മനസ്സില്ല. അവർ നവോമിയുടെ കൂടെ ഈ ദേശത്ത്, യഹൂദ ദേശത്ത് പോകുവാൻ അവർക്കും ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അവരോട് കൂടെ വരണ്ട എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ 4 കാരണങ്ങൾ പറയുന്നുണ്ട്. There are 4 reasons that Naomi gives them to avoid going with her. 1, no more sons to fulfill the levirate marriage system. ഭർത്താവ് മരിച്ച് ഭർത്താവിൻ്റെ അനുജൻ ആ കുടുംബത്തിനുള്ള എല്ലാ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുവാൻ വേണ്ടി ഇനി നവോമിക്ക് മക്കളില്ല. അതാണ് 1-ാമത്തെ കാര്യം. സെക്കൻഡ്, നവോമി ഈസ് ടു ഓൾഡ് ടു ഹാവ് എ ഹസ്ബൻഡ്. ഒരു ഭർത്താവ് ഉണ്ടാകുവാനുള്ള പ്രായം കടന്നുപോയിരിക്കുന്നു നവോമിക്ക്. ഇനി 3-ാമതായിട്ട്, ഈവൻ ഇഫ് നവോമി ഗെറ്റ്സ് മാരിഡ് ദാറ്റ് ഡേ ആൻഡ് ഗെറ്റ്സ് സൺസ്, ദ ഡിലേ ഈസ് സ്റ്റിൽ പ്രസൻറ്റ് ഇൻ ഫൈൻഡിങ് എ ഹസ്ബൻഡ് ഫോർ ദ ഡോട്ടേഴ്സ് ഇൻ ലോ. നവോമിക്ക് ഇനി ഒരു വിവാഹം കിട്ടി മക്കളുണ്ടായാലും പിന്നീട് കാലതാമസം എടുക്കും ഇവർക്ക് ഭർത്താക്കന്മാരെ കിട്ടുവാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഷീ തിങ്സ് ദാറ്റ് ദ ഹാൻഡ് ഓഫ് ഗോഡ് ഇസ് അഗൈൻസ്റ്റ് ഹെർ. ദൈവത്തിൻ്റെ കരം നവോമിക്കെതിരെയാണ് നിൽക്കുന്നതെന്നുള്ളത് ഇവിടെ താൻ ചിന്തിക്കുന്നുണ്ട്. ആ കാര്യം 3 തവണ ഈ ഭാഗത്തുണ്ട്. 13-ാമത്തെ വാക്യത്തിലും 20-ാം വാക്യത്തിലും 21-ാമത്തെ വാക്യത്തിലും. ഓക്കെ, നമുക്ക് 20, 21 കൂടെ നോക്കാം. 20, 21 വാക്യങ്ങൾ. സർവശക്തൻ എന്നോട് ഏറ്റവും കൈക്കൊള്ളതായി പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷിയിരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 13, 20, 21 വാക്യങ്ങളിൽ ഈ കാര്യം പിന്നെയും പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് 1-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം മുതൽ ഇതുവരെ ഇവരാണ് ദൈവത്തിൻ്റെ വഴി വിട്ടു പോയത്. അവരുടെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാ നടപടിയാണോ വരുന്നതെന്നുള്ളത് നവോമി തിരിച്ചറിയുന്നില്ല. ഇപ്പോഴുണ്ടായ എല്ലാ തിക്താനുഭവങ്ങളുടെയും മൂലകാരണം ദൈവമാണെന്നാണ് നവോമി പറയുന്നത്. She blames God for all the misfortunes that came on her. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തെപ്പറ്റി ശരിയായ ഒരു ചിത്രമല്ല തൻ്റെ മരുമക്കൾക്ക് നവോമി കൊടുക്കുന്നത്. നവോമി അംഗീകരിക്കുന്നൊരു കാര്യം, മോവാബിലേക്ക് പോകുന്ന കാര്യം അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ലായിരുന്നു എന്ന് നവോമി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ യഹൂദയിലേക്ക് തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും അംഗീകരിക്കുന്നുണ്ട്. ഇതുവരെ ഉള്ള ഈ അനാലിസിസിൻ്റെ ഒരു ലെസൺ ഞാനൊന്ന് പറയാം. ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം എന്നതുകൊണ്ട് നമുക്ക് അനുമാനിക്കാവുന്നൊരു കാര്യം ഇതാണ്. ദൈവം ഇപ്രകാരം നവോമിയോട് ഇടപെടുന്നതിൻ്റെ കാരണം എന്താണ്? വൈ ഈസ് ഗോഡ് ഇൻ്റർവീനിങ് ലൈക്ക് ദിസ് ഇൻ നവോമി's life? It's so that the kingless nation would eventually have a king who will bring a change in circumstances that are present during the time of judges. ന്യായാധിപന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ മോശം സാഹചര്യങ്ങളും ഒരു രാജാവില്ലാത്ത കാരണത്താലാണ് ഉണ്ടായത്.
ആ രാജാവില്ലാത്ത അവസ്ഥയെ മാറ്റി ഒരു രാജാവിനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനൊരു ഇടപെടൽ നവമിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നവമിക്ക് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് അറിയത്തില്ല. He doesn't know why is God intervening like this in her life. നവമിക്ക് ഈ കാര്യം അറിയത്തില്ലെന്നുള്ളത് ദൈവത്തിന് മുഴുവനായിട്ട് അറിയാവുന്നത് കൊണ്ട് ദൈവം വളരെയധികം ക്ഷമയും നന്മയും ഈ സ്ത്രീയോട് കാണിക്കുന്നുണ്ട്. ദൈവത്തിനെതിരെയുള്ള പ്രസ്താവനകൾ നവമി തൻ്റെ അജ്ഞതയിൽ പറയുന്നതാണെങ്കിൽ പോലും അതിനെല്ലാം കണക്കിലെടുത്താണ് ദൈവം ഈ സ്ത്രീയോട് ഇടപെടുന്നത്. നമ്മുടെ ജീവിതത്തിലും പല സമയങ്ങളിലും ദൈവം അനുവദിച്ചിട്ടുള്ള പല മോശം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തോടൊരു കോപം വരും. വി ഫീൽ ആംഗ്രി അറ്റ് ഗോഡ് ഫോർ ലെറ്റിംഗ് ദോസ് തിങ്സ് ഹാപ്പൻ ഇൻ അവർ ലൈഫ്സ്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ നന്മയെ വരെ ചോദ്യം ചെയ്ത് പോകും. ബട്ട് വി സീ ദ കമ്പാഷൻ ഓഫ് ഗോഡ് ആസ് ഹി ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഹൗ ഫ്രജൈൽ വി ആർ. നമ്മൾ പൊടിയാണെന്നുള്ളത് അവൻ എണ്ണുന്നു. ഓക്കെ, അവിടെയാണ് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പൂർണ്ണ ചിത്രം നമുക്ക് അറിയാതിരിക്കുമ്പോൾ പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം ദൈവം കണക്കിൽ എടുക്കുന്നില്ല. And then when we look back at the adversity and discipline God worked in our lives, we can only thank God for being good to us even when we didn't understand it completely. തിരികെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും, ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തിയ ശിക്ഷണങ്ങളും അതെല്ലാം നമ്മൾ തിരികെ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാനുള്ളതേ ഉള്ളൂ. യോസെഫിൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പൊട്ടക്കിണറിലേക്ക് ഇടുന്നതും പിന്നെ സഹോദരന്മാർ അവനെ വിൽക്കുന്നതും പിന്നെ പോത്തിഫറിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതും പിന്നെ കാരാഗൃഹത്തിലായിരിക്കുന്നതും ഇതെല്ലാം പിന്നീട് 50-ാമത്തെ അധ്യായത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എനിക്കത് ദോഷത്തിനായി നിരൂപിച്ചു, പക്ഷേ ദൈവം എനിക്കത് നന്മയ്ക്കായിട്ട് വ്യാപരിച്ചു എന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു പക്വത അതിലേക്ക് യോസേഫ് എത്തി. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, മോശം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിരികെ നോക്കുമ്പോൾ അത് നമുക്ക് അന്ന് മനസ്സിലായെങ്കിലും അതിൻ്റെ നന്മ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. And now, Orpah kissed her mother-in-law goodbye, but Ruth clung to her. നമുക്ക് 14-ാമത്തെ വാക്യം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീ നിന്റെ സഹോദരിയുടെ പിന്നാലെ പുറത്തുള്ള എന്ന് പറഞ്ഞു. അതിന് റൂത്ത് നിന്നെ വിട്ടുപിരിവാനും ഇതുപോലെ ഒരാളെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് കിടക്കുന്നു. മരണത്തിലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുവാനാകട്ടെ എന്ന് പറഞ്ഞു. ഓർപ്പ തൻ്റെ ജനത്തിൻ്റെ അടുത്തും തൻ്റെ ദേവീദേവന്മാരുടെ അടുത്തും തിരികെ പോയി. എന്നാൽ ഇവിടെ രൂത്ത് നവമിയോട് ചില കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്, വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങളാണ് നമ്മൾ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടത്. Now it is remarkable that a Moabite woman makes such loyal statements to Yahweh and Israel. ഒരു മോയബി സ്ത്രീ ഇപ്രകാരം ഉള്ള ചില പ്രസ്താവനകൾ യഹോവയെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയും പറയുന്നത് വളരെ ആകർഷണീയമായിട്ടുള്ളൊരു കാര്യമാണ്. And throughout this book 6 times you see the ancestry of Ruth being mentioned. മോവാബി സ്ത്രീയായ രൂത്ത് എന്ന് പറയുന്നത് 6 തവണയാണ് ഈ പുസ്തകത്തിൽ. See, that is emphasized so that we understand her loyalty to Yahweh. ഇസ്രായേലിൻ്റെ ദൈവമായിട്ടാണ് യഹോവ അറിയപ്പെടുന്നത്. ആ ദൈവത്തോട് ചേരുന്നത് ആരാ? മോയബ് സ്ത്രീയായ രൂത്ത്. See, this loyalty comes at a time from a Moabite woman when Israel serves the gods of the other lands regularly. ഈ സമയത്ത്, അതായത് ഈ ന്യായാധിപന്മാർ വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ദേശത്തെ ദേവീദേവന്മാരെ ആരാധിക്കുമ്പോൾ
അവിടെ നിന്നുള്ള ഒരാൾ സത്യദൈവത്തെ അന്വേഷിച്ച് പറ്റിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. നമ്മൾ ഈ വാക്തങ്ങളിൽ മൂന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചതാണ്, റൂത്ത് അറ്റാച്ച്ഡ് ഹെർസെൽഫ് വിത്ത് നവമീസ് പീപ്പിൾ ആൻഡ് ഗോഡ്. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ഈ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. ഗോഡ്സ് വെർ സെൻറ്റേഡ് അറൗണ്ട് ജോഗ്രഫിക്കൽ ലിമിറ്റ്സ്. ഓരോരോ പ്രദേശങ്ങൾക്കും അതാത് ദൈവങ്ങളും ഒക്കെ ഉണ്ട് അന്നത്തെ കാലത്ത്. മോബിയരെ സംബന്ധിച്ചിടത്തോളം കീമോഷ് എന്നുള്ള ഒരു ദേവനായിരുന്നു അവരുടെ ദൈവം. When Ruth put her allegiance to Naomi's people and her God, she was cutting off all ties with anything that she had in Moab. നവോമിയുടെ ജനത്തോടും ദൈവത്തോടും താൻ പറ്റിച്ചേർന്നപ്പോൾ മോവാബിലുണ്ടായിരുന്ന എല്ലാ ബന്ധനങ്ങളും താൻ നീക്കി മാറ്റുകയാണ്. It was a way of saying goodbye to all the gods and relationships there. ആ ദേശത്തുള്ള എല്ലാ ദേവന്മാരോടും എല്ലാ ബന്ധങ്ങളോടും എന്നേക്കുമായിട്ടുള്ള ഗുഡ് ബൈ പറയുകയായിരുന്നു ഇവിടെ രൂത്ത്. ഓർബ നവോമിനെ ചുംബിച്ചു. പക്ഷേ രൂത്ത് ഇവിടെ തൻ്റെ പ്രദേശവും തൻ്റെ പഴയ മതവും തൻ്റെ സമൂഹവും തൻ്റെ സമൂഹത്തിലെ മാനവും തൻ്റെ പൗരത്വം പോലും എല്ലാം ത്യജിച്ചു കളയുന്നു. See, only faith can help make sense of why Ruth would choose a land affected by famine over a land that is fertile, even at the time that she makes the choice of going to Israel. രൂത്ത് ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. വളരെയധികം ഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ക്ഷാമമുണ്ടായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ചെയ്യപ്പെടുവാൻ രൂത്ത് തിരഞ്ഞെടുക്കുന്ന ഈ തീരുമാനം, അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വിശ്വാസം എന്നുള്ളൊരു ഘടന അതിലുണ്ടാവണം. അതല്ലാതെ ഈ ദേശത്തേക്ക് രൂത്തിനെ ആകർഷിക്കാൻ മാത്രം വേറെ ഒന്നും ഈ ദേശത്തില്ല. ഇവിടെ നല്ലൊരു രാജാവ് പോലും ഇല്ല ഈ സമയത്ത്. മോവാബിന് ഓൾറെഡി ഒരു രാജാവൊക്കെ ഉണ്ട്. ഷീ ഈസ് വെൽക്കമിങ് ദ ട്രൂ ആൻഡ് ലിവിങ് ഗോഡ് ആൻഡ് ചൂസസ് ടു ബി എ പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദ കവനന്റ് ബൈ അലൈനിങ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. സത്യ ദൈവത്തെയായ ഈ യഹോവയെ സ്വീകരിച്ച് ആ ഉടമ്പടിയുടെ പങ്കാളിയായി താൻ മാറുകയാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ ജനത്തോട് താൻ ചേർന്ന്. നാലാമതായിട്ട് താൻ പറഞ്ഞ കാര്യം ഇതാണ്, റൂത്ത് അറ്റാച്ചസ് ഹെർസെൽഫ് വിത്ത് എ പ്ലേസ് ദാറ്റ് നവോമി വുഡ് ഡൈ ആൻഡ് ബി ബറീഡ്. നവോമി മരിച്ച് അടക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും രൂത്തിൻ്റെയും മരണവും അടക്കവും. വൈ ഇസ് ദാറ്റ്? മിഡിൽ ഈസ്റ്റേൺ പീപ്പിൾ ആൻഡ് ഈവൻ മോസ്റ്റ് of us, we show our attachment to the land that we belong by choosing to die and be buried here. നമ്മളിൽ പല ആൾക്കാരും ഇപ്പോൾ വിദേശത്ത് പോയിട്ട് നമ്മളുടെ മരണം അവിടെ നടന്നാലും നമ്മുടെ കുടുംബം എന്താണ് ആഗ്രഹിക്കുന്നത്? ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടക്കം ചെയ്യണമെന്ന്. ഓക്കെ, അതാണ് നമ്മളെല്ലാവരുടെയും സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത. We see that happening in Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. യാക്കോബ് മിസ്രൈമിലായിരുന്നെങ്കിൽ പോലും, അതുപോലെ തന്നെ യോസെഫ് മിസ്രൈമിലായിരുന്നെങ്കിൽ പോലും അവരുടെ ബോഡി എവിടെ അടക്കം ചെയ്തത്? കനാൻ ദേശത്താണ് അടക്കം ചെയ്തത്. ഓക്കെ, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യോസെഫിൻ്റെ അസ്ഥിയും കൂടെ എടുത്ത് പോകണം എന്നുള്ളത് ഉൽപ്പത്തി 50 അവസാനം പറയുന്നുണ്ട്. അപ്പോൾ രൂത്ത് ഇവിടെ എന്താ പറയുന്നത്? ഷീ ഡസൻറ്റ് വോണ്ട് ടു അസോസിയേറ്റ് ഈവൻ എ ഡെഡ് ബോഡി വിത്ത് മോവാബ്. അവളുടെ ശവശരീരം പോലും മോവാബിന് പോകണ്ട, അത് ഇവിടെ തന്നെ മതി എന്ന് പറയുന്നുണ്ട്. ഷീ ഹാസ് ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് ആൻഡ് ജോയിൻഡ് ഇൻ ഇസ്രായേൽ വിത്ത് എ റിന്യൂഡ് മൈൻഡ് ദാറ്റ് ഓൺലി ഗോഡ് ക്യാൻ ഡു. ദൈവത്തിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു പുതുക്കമുള്ളൊരു മനസ്സ്, അത് നിമിത്തമാണ് താൻ ഇസ്രായേലിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. ആൻഡ് ദീസ് പ്രോമിസസ് ഇലസ്ട്രേറ്റ് ദ കോസ്റ്റ് ദാറ്റ് ഷീ ഈസ് പേയിങ് ടു ബി ഇൻ എ സൊസൈറ്റി ദാറ്റ് ഈസ് ലീസ്റ്റ് അട്രാക്റ്റീവ് ഇൻ പൊളിറ്റിക്കൽ, റിലീജിയസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് റെൽം. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സമൂഹമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു ആകർഷണവുമില്ലാത്ത ഒരു ജനതയുടെ കൂടെ ചേരുവാൻ രൂത്ത് കൊടുക്കുന്ന വിലയാണ് ഈ 4 കാര്യങ്ങൾ. ഇത് ചെറിയ കാര്യമല്ല. ആൻഡ് ഷീ സീസ് ഗോഡ് ആൻഡ് വാല്യൂസ് ഹിം above many other parameters that she could be attracted about. ലോകപരമായിട്ട് കിട്ടാവുന്ന ഏതൊരു ആകർഷണത്തിനേക്കാൾ കൂടുതലായിട്ട്
രൂത്ത് ദൈവത്തെ കാണുന്നു, ദൈവത്തിന് മൂല്യം കൊടുക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. റൂത്ത് ഷോസ് us what true conversion involves and what it is all about. യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരവും മനപരിവർത്തനവും ഹൃദയപരിവർത്തനവും എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ രൂത്തിൻ്റെ ഈ തീരുമാനങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ടോട്ടൽ ഡിസ്കണക്ഷൻ ഫ്രം ദ വേൾഡ് ദാറ്റ് ഹേറ്റ്സ് ഗാഡ്. ദൈവത്തെ വെറുക്കുന്ന ലോകത്തിൽ നിന്നുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു വേർപാടാണ് അതിലുള്ളത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ലവ് ഫോർ ഗോഡ് ദാറ്റ് ഈസ് ഫാർ അബവ് എനിത്തിങ് ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. മനപരിവർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, ലോകത്ത് കാണുന്ന ഏതൊരു കാര്യത്തിനോടുള്ള സ്നേഹത്തെക്കാൾ അപ്പുറമായിട്ട് ഉന്നതമായിട്ട് ഉള്ള ഒരു ദൈവസ്നേഹം. തേർഡ്, it is a love for God that is so strong that even death cannot separate it. മരണത്തെ പോലും വേർപിരിക്കാൻ പറ്റാത്ത തലത്തിലുള്ള അത്രയും ദൃഢമായ ഒരു ബന്ധമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. This is what God looks at as God converts a person from a God hater to a God lover. ദൈവത്തെ വെറുക്കുന്ന ഒരു ആളിനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറ്റുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തിയിൽ ദൈവം നോക്കുന്നത്. Such a relationship has no connection with the previous life. നേരത്തെ ഉണ്ടായിരുന്ന ജീവിതത്തോട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ദൈവം ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. One breaks away once and for all from all that defined him earlier, as he or she will find their joy in the new life that he chooses to enter. ഒരു വ്യക്തി ദൈവത്തെ തിരഞ്ഞെടുത്ത് സ്നേഹിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, തന്നെ എന്താണ് നേരത്തെ നിർവചിച്ചത് ആ കാര്യങ്ങളെല്ലാം എന്നേക്കുമായിട്ട് നീക്കി മാറ്റുകയാണ്. അതിൽ നിന്നൊരു വിച്ഛേദനം സംഭവിക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരവും ദൈവഭാഗത്തേക്കുള്ള വരവും. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർ, ഇവിടെ ഈ റൂമിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ വിശ്വാസ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. വളരെ കുറച്ച് പേര് ഞാൻ കാണുന്നുള്ളൂ അതല്ലാത്തവരായിട്ടുള്ളത്. ഓക്കെ, വിശ്വാസ കുടുംബങ്ങളിൽ ജനിച്ച് വളർന്ന ആൾക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? It's easy to talk about somebody who is coming from another religion. മറ്റൊരു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മയിൽ നിന്നും ഇതിലേക്ക് വരുന്ന ഒരു ആളിനെ പറ്റി സംസാരിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയാതിരിക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ജനിച്ച് വളർത്തപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ്. വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് അറ്റ് സച്ച് എ പേഴ്സൺസ് കൺവേർഷൻ? ഇതുപോലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് തരം രൂപമാറ്റമാണ് ഉണ്ടാവുന്നത്? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സഭയിൽ വരുന്നുണ്ട്, ശേഷവും വരുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്, ബൈബിളും വായിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്താണ് മാറുന്നത്? See, any of us who are born and brought up in this community may not have a lot of sins to repent of. ഈ സമൂഹത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എന്നെ പോലുള്ള എല്ലാവർക്കും ഒരു പക്ഷേ മാനസാന്തരപ്പെടാൻ അധികം പാപങ്ങളൊന്നും ഇല്ലയെന്ന് വരാം. പക്ഷേ ഉള്ള പാപത്തിൽ നിന്നുള്ളൊരു വേർപാടുണ്ടാവണം. ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാൾക്ക് ചിലപ്പോൾ ആർഭാടമില്ല എന്ന് വരാം, ചിലപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് പോയില്ല എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പോയില്ലെന്ന് വരാം. പക്ഷേ ഹാവ് യു ഓൾ റിപ്പൻറ്റഡ് ഓഫ് ദ ജലസി ദാറ്റ് ഈസ് ഇൻബോൺ ഇൻ യു? നിങ്ങളുടെ ഉള്ളിലുള്ള ജന്മസിദ്ധമായിട്ട് കിട്ടിയ അസൂയ എന്ന ആ കഴിവിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു വേർപാട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ദൈവവചനത്തോടുള്ള ഒരു തരം അലംഭാവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാഘവമുള്ള ഒരു സ്വഭാവം, ഹാവ് യു കം ഔട്ട് ഓഫ് ദാറ്റ്? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ് ദാറ്റ് വി ലവ് മണി
so much, and we want to identify with the money we have. നമ്മൾക്കുള്ള പണത്തോട് ബന്ധപ്പെടുത്തി നമ്മളുടെ എല്ലാ അഡ്രസ്സും നമ്മളുടെ പേരും പ്രശസ്തിയും കണ്ടെത്തുവാനുള്ള ഒരു പ്രവണത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഹാവ് വി കം ഔട്ട് ഓഫ് ദാറ്റ്? അതിൽ നിന്നുള്ളൊരു വേർപാട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹാവ് വി കം അക്രോസ് ഇൽ ഫീലിങ്സ് ഫോർ അതേഴ്സ്? മറ്റുള്ളവരോട് ദോഷമായിട്ട് നിരൂപിക്കുന്ന ഒരു മനസ്സിൽ നിന്നും നമ്മൾ പുറത്ത് വന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ താഴ്ത്തി കെട്ടണം, ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള ആ പാപചിന്തയിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ടോ നമ്മളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ കൂട്ടത്തിൽ നമ്മളിലൊക്കെ ഉള്ളൊരു പ്രവണത ദൈവവഴിയും ഇതും കൂടെ പാരലലായിട്ട് കൊണ്ടുപോകാനാണ് നമ്മളുടെ എല്ലാം ശ്രമം. Okay? And when that happens, we are maligning God's name in front of the genuine people who have come out for faith. ഇതുപോലുള്ള കപടതയായിട്ട് ജീവിക്കുന്ന നമ്മളുടെ ജീവിതം കാണുമ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് വില കൊടുത്ത് വന്നവരുടെ മുമ്പാകെ നമ്മൾ ലജ്ജിതരാക്കുക, അവരെ നാണം കെടുത്തുക. സോ ജസ്റ്റ് തിങ്ക്, നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ, വിശ്വാസ കുടുംബങ്ങളിൽ വളർന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന സ്വകാര്യ പാപങ്ങളുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ മാത്രം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളെ പറ്റിയുള്ള യാഥാർത്ഥ്യം. അത് നിങ്ങളുടെ പഴയ മനുഷ്യനാണോ അതോ ഇപ്പോഴും അത് തന്നെയാണോ നിങ്ങൾ? ഈസ് ദാറ്റ് ദ ഓൾഡ് സെൽഫ് ഓർ ആർ യു ലിവിങ് ഇൻ ദി ഓൾഡ് സെൽഫ്? അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ, ആ ഒരു പഴയ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിട്ടില്ല എങ്കിൽ, you are no different from the other Israelites who are worshipping pagan gods in this scenario. ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് അന്യദേവന്മാരെ സേവിക്കുന്നതിലും ഒട്ടും വ്യത്യസ്തരല്ല ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർ. And now let me talk about people who have come out from a different faith. വിശ്വാസ കുടുംബങ്ങളിൽ നിന്നും അല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവരോട് ബന്ധപ്പെടുത്തി നമുക്ക് എന്താ പറയാൻ സാധിക്കുക? ബൈബിൾ അനുശാസിക്കുന്ന ഈ ദൈവം, യു നോ ഹൂ ദിസ് ഇസ്. ഓക്കെ, ഈ ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് വെറുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായ വിവരം നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. യു ഹാവ് ഓൾ ദി ടൈം ആൻഡ് യു ഹാവ് ഓൾ ദി അവന്യൂ ടു ആക്ച്വലി റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ലൈക്സ് ആൻഡ് ഹേറ്റ്സ്. അത് മനസ്സിലാക്കി ജീവിതത്തെ രൂപാന്തരപ്പെടുവാൻ തയ്യാറായിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് വെർ എക്സാക്ട്ലി കൺവേർഷൻ ഹാപ്പൻസ്. വി കാൺട്ട്, ഞാൻ പറഞ്ഞ പോലെ ദൈവത്തെയും മാമോനെ ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. യു വിൽ ലവ് വൺ ആൻഡ് യു വിൽ ഹേറ്റ് ദി അതർ. ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പണത്തെ ദൈവത്തെ പോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂതകാലത്തെ വിശേഷിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ സാധിക്കത്തില്ല. ദാറ്റ്സ് എ ഫാക്ട്. അതൊരു വസ്തുതയാണ്. And now when we look at this passage, Ruth's life resembles the faith journey that Abraham had when he moved to Canaan. മെസപ്പൊട്ടേമിയയിൽ നിന്നും അബ്രഹാം തനിക്കുള്ളതൊക്കെ എടുത്ത് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെയും കൊണ്ട് കനാനിലേക്ക് പോയപ്പോഴുള്ള ആ യാത്ര, അതോടൊപ്പം തന്നെ റബേക്ക ഹാരാനിൽ നിന്നും കനാനിലേക്ക് വന്ന യാത്ര പോലെ തന്നെയാണ് ഇവിടെ രൂത്തിൻ്റെയും യാത്ര. അബ്രഹാമിന് ഇനി മേൽവിലാസം എന്താണ്? കനാനാണ്. റബേക്കയ്ക്ക് എന്താണ് മേൽവിലാസം? കനാനാണ്. രൂത്തിന് എന്താണ് മേൽവിലാസം? കനാൻ. And you know what? This is not a surprise that such a coincidence happens in the messianic line. മശീഹയുടെ പാരമ്പര്യത്തിൽ ഈ മൂന്ന് പേരുണ്ടല്ലോ. അബ്രഹാം ഉണ്ട്, റബേക്ക ആ ഐസാക്കിൻ്റെ ഭാര്യ എന്ന രീതിയിലുണ്ട്, രൂത്തും അവിടെ തന്നെയാവും. സോ ആ വംശാവലിയിൽ പിറക്കുമ്പോൾ ഇറ്റ്സ് നാച്ചുറൽ ദാറ്റ് സച്ച് എ സെപ്പറേഷൻ കംസ് ഇൻ ദർ ലൈഫ്സ്. അങ്ങനെ നവോമിയും രൂത്തും ബെത്ലഹേമിൽ വന്നു. അതിൻ്റെ ഒക്കേഷൻ എന്തായിരുന്നു? അവസാനത്തെ വാക്യം നോക്കിക്കേ, എന്തിൻ്റെ സീസൺ ആയിരുന്നു? അതെ, ഓക്കെ.
യവക്കൊയ്ത്തിൻ്റെ ആരംഭമായിരുന്നു. അത് മാർച്ച് അവസാനമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോ ഇറ്റ് ഇസ് ഇൻ ബെത്ലഹേം that God's plan for his nation will be fulfilled through the least likely person in an uncertain and dangerous time of judges in Israel. ബെത്ലഹേമിൽ വെച്ച് വളരെ അൺസർട്ടനായിട്ട്, വളരെ അപകടം പിടിച്ച അനിശ്ചിതത്വമുള്ള ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലാണ്, ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു വഴിയിൽ കൂടെ ആയിരിക്കും ദൈവം തൻ്റെ ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഒരു രക്ഷാമാർഗം ഒരുക്കുന്നത്, ഒരു രാജാവിനെ കൊടുക്കുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത തവണ വരാം. രൂത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അടുത്ത ക്ലാസ്സിൽ നമുക്കിത് വിശദമായിട്ട് പഠിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാട്ടെ.